ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളതാ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു കൊച്ചു ഡേ മൈ ലൈഫായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ മുറ്റത്തുള്ള ഒരു ഫ്രൂട്ടാണിത്. എന്തോ പീനാവട്ടോ അങ്ങനെ എന്തോ ആണ് പേര് കേട്ടോ. നിറച്ച് ഫ്രൂട്ട് ഉണ്ടാവും, നല്ല ചുവന്ന കളറാണ്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്കിഷ്ടമല്ല. ഇവിടെ പ്രമേഹത്തിനോ ഒന്നെനിക്ക് ഒരു മരുന്നാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടാട്ടോ ഇത്. കാരണം എനിക്ക് അതിൻ്റെ ചൊയ ഇഷ്ടമല്ല. പിന്നെ ഇത് താത്താൻ്റെ മോനാണ് നമ്മൾ പൊന്നൂനെ കൊണ്ട് നടക്കുന്നത് കേട്ടോ. ഇവൻ്റെ ഒരു വൈബാണ് പൊന്നൂനടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ. ഇവന് ഒത്തിരി ഇഷ്ടമാണ് ചെറിയ കുട്ടികളെ. ഇവനാൾ നല്ല സ്മാർട്ടാട്ടോ, നമ്മൾ നല്ലൊരു കുട്ടിയാണ് ഇവന്. പിന്നെ വീട്ടിൻ്റെ മുറ്റത്ത് വന്ന കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. ഇവിടെ എന്ത് സാധനം ഉണ്ടാക്കിയാലും ഉണ്ടാകുന്ന ഒരു മണ്ണാണ്, തനി നാട്ടിൻ മണ്ണാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ഓരോ കൃഷികളും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം ഇവിടെ എല്ലാവരും കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാട്ടോ. അധികം പേരും ഇവർക്കുള്ള ഉപ്പേരിക്കുള്ളതും കറിക്കുള്ളതും എല്ലാം ഇവർ ഈ മണ്ണിൽ നിന്ന് ഉണ്ടാക്കി പഴയ ആൾക്കാരെ ഒരു ഫീലുണ്ടല്ലോ, ആ ഒരു ഫീലാട്ടോ. പിന്നെ ഇതൊരു നാരങ്ങയാണ്, നല്ല ടേസ്റ്റാണ് വെള്ളം കലക്കിയാൽ. ഒന്നിച്ച് ഇട്ടുങ്ങാണ്ട് ജ്യൂസ് അടിക്കുകയാണ് ചെയ്യുക. ഞാനിതാ പച്ച കഴിക്കാറില്ല, അപ്പോൾ കുട്ടികളൊക്കെ എപ്പോഴും കഴിക്കുന്നത് കാണാം. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്, പുളിയുണ്ട്, എന്നാൽ മധുരമുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു രുചിയാണിതിന്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ കൊച്ചു ഡേ മൈ ലൈഫ് ഒന്ന് കണ്ടാലോ? ഇവിടുത്തെ ഡേ മൈ ലൈഫ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, കാരണം കമൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ പാവയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് പാവയ്ക്കൊക്കെ ഉണ്ടായത് കാണാൻ. വെണ്ടയ്ക്ക, ചീര, ഇവർക്കുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അധിക സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. നല്ല ചുവന്ന മുളകൊക്കെ ഗൈസ്. രാവിലെ തന്നെ ഞങ്ങൾ ആരുണ്ടെങ്കിലും മമ്മാൻ്റെ മുറ്റം നല്ല വൃത്തിയായിട്ട് അടിച്ചു നല്ല ക്ലീനാക്കി ഞാരുണ്ടെങ്കിലും അങ്ങനെ തന്നെ. അവിടെ കുട്ടികൾ ചരലം അങ്ങോട്ട് മുറ്റത്തൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ റോട്ടൊക്കെ. പക്ഷേ റോഡൊക്കെ നല്ല ക്ലീനാക്കി വൃത്തിയായി അടിച്ചോരി അടിച്ചാലൊക്കെ കഴിഞ്ഞ് മൂപ്പര് കൈയൊക്കെ കഴുകി അകത്തേക്ക് പോകാനുള്ള കൈ കഴുകലറിഞ്ഞിട്ടോ. എൻ്റെ ശേഖേസ് അങ്ങനെയാണ് ശീലം. ഇമാര് പണിയൊക്കെ പെട്ടെന്ന് കഴിച്ച് വൃത്തിയാക്കും. ഞാരുണ്ടെങ്കിലും ഒക്കെ നല്ല വൃത്തിയായിട്ട് ജോലിൻ്റെ മുമ്പ് പല കൂട്ടത്തേക്ക് ചെന്ന ഞങ്ങളാണെങ്കിൽ ഇവിടെ വന്നാൽ എന്ത് ശേഖേസ് ഭയങ്കര മടിച്ചാളാണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടുത്തെ വൈബ്. ഞങ്ങൾക്ക് അങ്ങനെ പരിപാടിന്ന് ഞാനും താത്തി അങ്ങനെയാണ്. അമ്മാൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് അമ്മമ്മ അകത്തേക്ക് ചായ അടിച്ചാൻ പോകാനുള്ള ഒരുക്കാണ്. മാ അടിച്ചോല്ല അടിച്ചോല് കഴിഞ്ഞാ കഴിഞ്ഞാ. അപ്പം നമ്മൾ ഈ മുൻഭാഗം ക്ലീനാക്കിട്ടോ, വൃത്തിയാക്കി അടിച്ചോരി നല്ല വൃത്തിയായിട്ടുണ്ട്. ഞാൻ അടിച്ചോരി കൊണ്ട് പറയല്ലോ ഗൈസ്, നല്ല വൃത്തിയുണ്ട്. പൊന്നൂസേ 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 വൃത്തിയുണ്ടോ? മുൻഭാഗം കുറച്ച് റോഡിൻ്റെ ഭാഗം കൂടി ഉണ്ടായിരുന്നു, അത് ഞാനൊന്ന് ക്ലീനാക്കി വന്നു കേട്ടോ. അപ്പോൾ മൂപ്പര് അടുക്കളൻ്റെ മുറ്റം അടിച്ചു വരിക കേട്ടോ. അതിന് അങ്ങനെ അടങ്ങിയിരിക്കണ ഇഷ്ടമല്ല. പിന്നെ അങ്ങനെയല്ല, ഇമ്മാൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് കഴിക്കണമാണ് ഉമ്മാക്ക് ഇഷ്ടം കേട്ടോ. എനിക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ അവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കങ്ങനെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ വന്നാലൊരു മടിയാട്ടോ. ഇവിടെ വന്നാൽ എന്താ വെച്ചാൽ ഓരോ പണിക്കും മടിയാണ്. കാരണം താത്തി ഉണ്ടാവും, ഞാനും ഉണ്ടാവും. അപ്പം അങ്ങനെ സംസാരിച്ചിരിക്കും. അതിൻ്റെ അടിയിൽ ഞങ്ങൾ കിച്ചൺ ഡ്യൂട്ടികളങ്ങനെ അടുപ്പത്തെ ഡ്യൂട്ടികളൊക്കെ പെട്ടെന്ന് കഴിക്കും കേട്ടോ. കാരണം കുട്ടികളല്ലേ, അവർക്ക് ഫുഡും കാര്യമൊക്കെ വേണ്ടേ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിക്കും. ഇമ്മ പുറത്തുള്ള മിറ്റടിച്ചോരില്ലേ അങ്ങനെയുള്ള ജോലികളൊക്കെ അമ്മക്ക് പെട്ടെന്ന് ജോലികളെല്ലാം തീർത്ത് കുളി നിസ്കാരമൊക്കെ കഴിച്ചിരിക്കണം. അങ്ങനത്തെയൊക്കെ ഒരു രീതിയിൽ ഉള്ള ആളാട്ടോ. അപ്പോൾ രാവിലെ കുട്ടികൾക്ക് ഞാൻ മൈദപ്പൊടിയും തേങ്ങയൊക്കെ ഇട്ടുള്ള ദോശയാട്ടോ ചുട്ടത്. അങ്ങനെ ഞാൻ ആ ജോലിയിലേനു, ഉമ്മയുടെ മിറ്റടിച്ചു വരുന്ന തിരക്കിലാട്ടോ. പിന്നെ ഇന്നലെ രാത്രിക്കത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ.
അതിലോട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാനും അമ്മയും ചാടിച്ചായിരുന്നു. അങ്ങനെ ഇനി ചാടിച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി. നമ്മളവിടെ നിറച്ച് പറങ്കിയങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പറങ്കിയങ്ങ പൊറുക്കാമെന്ന് കരുതിയിട്ട് സമയം ഒരു 8 മണി 7 മണിക്ക് ആ ഒരു ടൈമായിട്ടുള്ളൂ. അപ്പോൾ ഞാനും കുട്ടികളും പറമ്പിലോട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ ഒരു ഭാഗത്ത് നിറച്ച് തെങ്ങും ഒക്കെ ആയിട്ടാണ്, ഒരു ഭാഗത്ത് ഇതുപോലെ പറങ്കുച്ചിയാണ് കേട്ടോ. അങ്ങനെ പറങ്കിയങ്ങയൊക്കെ പൊറുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല ഫ്രൂട്ട്സാട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. ഇവരൊക്കെ അങ്ങനെ കഴിക്കാത്തത് കൊണ്ട് ഇവർക്കൊക്കെ എന്തോ പോലെയാണ്. പക്ഷെ നമുക്കത് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു ആദ്യം. പിന്നെ ഇവിടെ ചക്കി മാങ്ങിയൊക്കെ ഇവിടെ അടുത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനും കുട്ടികളും പറങ്കിയങ്ങ ഇറക്കാനുള്ള ഒരുക്കങ്ങളാട്ടോ. വൈകിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞങ്ങാടാണ് പറങ്കിയങ്ങ ഇറക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. സാമോനെ ആ കാണുന്ന എന്താണ് നമുക്കറിയാം? ഇതാണ് അമ്മിയും കല്ലും. ഒരു വൈബ് തന്നെയാണല്ലേ. ഇതൊക്കെ ഞങ്ങൾ ചെറുതായിരുന്നുള്ള വീടുകളാണ്. ഇപ്പോഴും വീടുകളുണ്ട്. ടേസ്റ്റ് ഉണ്ടോ പറയൂ, എങ്ങനെയുണ്ട്? സൂപ്പർ. അതാണ് നാടൻ ഹെൽത്തി ഫ്രൂട്ടി, കെമിക്കലൊന്നും ഇല്ലാത്ത ഫ്രൂട്ടാണ്. കഴിച്ചോളൂ. പൊന്നൂന് പറ്റിയില്ലേ? എങ്ങനെയുണ്ട് പാട്ട് മോനെ? ഓ പാട്ടടി വീണു. പൊന്നൂന് കഴിച്ചോ? നല്ല ടേസ്റ്റ് ഉണ്ട് പൊന്നു. പൊന്നോ ഉള്ളിലേ കുറേ പറങ്കിയങ്ങ ഉണ്ട്. ഞാൻ നടക്കേ പൊന്നൂസേ നോക്കിയൊരു ഹായ് പറഞ്ഞ. എടുക്ക കാണിച്ചോ. അണ്ടി കളി, അണ്ടി അരുവിൽ വെച്ചാളി. നമുക്ക് പറങ്കിയങ്ങ മതി. നമ്മൾ അടുത്തുള്ള ഒരു തോട് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ കുറേ പറങ്കിയങ്ങയൊക്കെ പൊറുക്കിയിട്ടുണ്ട്. അണ്ടിയൊക്കെ ഞങ്ങൾ അരുവിൽ ഇരിഞ്ഞ് വെച്ചു കേട്ടോ. കാരണം അത് ആവശ്യക്കാർ വന്ന് കൊണ്ടുപോയിക്കോട്ടെ, നമുക്ക് പറങ്കിയങ്ങല്ലേ ആവശ്യം. നല്ലൊരു വ്യൂ ആട്ടോ ഈ പറമ്പൊക്കെ. ഞാൻ എപ്പോഴും വന്ന് കഴിച്ചീനെ. അതേപോലെ നമുക്ക് കുറേ പണ്ട് ആടുണ്ടായിരുന്നു. അപ്പോൾ ആടിനെ നോക്കാനൊക്കെ വന്നീനെ ഒരു സ്ഥലമാണത്. പക്ഷേ പിന്നെ അതേപോലെ കുറേ മുൻപ് നാറപ്പഴം എന്ന് പറയും, അതുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നാറപ്പഴമൊന്നും ഇല്ല. ഇപ്പോൾ പൂവിട്ടുണ്ട് അവിടെയും ഇവിടെയൊക്കെ. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. അപ്പം ഞങ്ങളിതാ പറങ്കിയങ്ങ അറുത്തിങ്ങനെ നടക്കുകയാണ്. ഇവർക്ക് ഏതായാലും രസമായി, എനിക്ക് ഇവരുടെ കൂടെ ഒരു വീഡിയോ എടുക്കലും അങ്ങനെയൊക്കെ ഒരു വൈബാണ് കേട്ടോ. ഇപ്പോൾ ഈ മഞ്ഞയും ചുവപ്പും പറങ്കിയങ്ങയൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊരു കാലത്ത് ഞാൻ ഇപ്പം മുളകൊക്കെ ഇട്ട് കഴിച്ചിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു ഇപ്പം മുളക് കൊടുത്തോണ്ട് നമുക്ക് കഴിച്ചു നോക്കുക പറഞ്ഞങ്ങാണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ കഴിച്ചപ്പോൾ. എനിക്കിതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളാട്ടോ, നൊസ്റ്റാൾജിക്ക് ഓർമ്മയായിട്ട് ഇതൊക്കെ. അപ്പോൾ ഞാൻ കഴിക്കണമെന്നങ്ങാണ്ട് ഒരു കുട്ടികളും കഴിച്ചു നോക്കി. അപ്പോൾ അവർക്കും ഇഷ്ടമായിട്ടോ. ഋതുമോന് കുറേ ശ്രമിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ ഓന് എരിവുകൊണ്ട് കഴിയണില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആ പഴയ നൊസ്റ്റാൾജിക്ക് ഓർമ്മയൊക്കെ ആയിട്ട് വീണ്ടും പറങ്കിയങ്ങ അന്വേഷിച്ചാട്ടെ ഈ നടത്തും. ഇവർക്കൊക്കെ ഇതെന്തൊക്കെയോ വലിയ സംഭവം കേട്ടോ. അവിടെ ഇവിടെ ചുവപ്പ് ഇതൊക്കെ കാണുമ്പോൾ വലിയ എന്തോ കാണുന്ന പോലെ. ഇതിപ്പോൾ തെച്ചിപ്പായാണ് അറക്കണത്. പക്ഷെ എന്നോട് പറയുന്നത് എന്താണെന്നോ, അത്തിപ്പഴമ്മ. പക്ഷെ ഇവർക്ക് പേരോ ഒന്നും അറിയില്ല. കാരണം ഈ പ്രായത്തിൽ ഇവർ ഇതൊന്നും എവിടെയും കണ്ടിട്ടില്ല. കഷ്ടം. ഈ തൊടുകളുടെ ഒന്നും നടന്ന് കളിച്ച് ശീലമില്ലാത്ത കുട്ടികളാണ് ഇപ്പോൾ കുറച്ച് നേരം ഫോണുമ്മ കളിക്കുക, അല്ലെങ്കിൽ പിന്നെ ടൗണിൽ പോവുക, അങ്ങനെയൊക്കെയല്ലേ ഇവരെ കളികൾ. പക്ഷേ ഇവിടെ വന്നാലാണ് ഇവർക്കൊക്കെ അധികം തനി നാട്ടിൻ മൊത്തം ഫീൽ കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊക്കെ വന്നാൽ പിന്നെ ഞങ്ങൾ 10 മണിക്ക് ദോശയാണ് കേട്ടോ, പാലപ്പം. അപ്പോൾ ഗ്യാസ് പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ വന്ന ബർക്കത്തുകൊണ്ട് ഗ്യാസ് കഴിഞ്ഞു. അപ്പോൾ ഗ്യാസൊക്കെ വേഗം ഇവിടെ കുറ്റിയുണ്ട് കേട്ടോ.
അതുകൊണ്ട് പെട്ടെന്ന് ഗ്യാസ് ഫിറ്റ് ചെയ്തങ്ങാട് ഞാൻ 10 മണിക്ക് ഇവർക്ക് പാലപ്പാട്ടോ ചുട്ടെടുത്ത് ഞങ്ങൾ പറങ്ങിയൊക്കെ പറിച്ച് വന്നപ്പോൾ ഉമ്മമാൻ്റെ കുളിയും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് കണ്ണിന് ചെറിയ കാഴ്ചക്കുറവൊക്കെ ഉണ്ട്, പക്ഷേ മൂപ്പര് കറക്റ്റിൽ എല്ലാ ജോലിയും പെട്ടെന്ന് കഴിക്കണ ഒരു ആളാട്ടോ. അങ്ങനെ ശീലമായി, അതാണത്. ഞങ്ങളുണ്ടെങ്കിലും മൂപ്പര് ജോലികൾ മൂപ്പര് ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ കുട്ടികൾക്ക് പാലപ്പവും ഇന്നലത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങളും പെട്ടെന്ന് ചായ അടിച്ചു കേട്ടോ. കാരണം പറങ്ങി കറുത്ത് വന്ന് എല്ലാവരും ക്ഷീണിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒരു ചായയുടെ അങ്ങോട്ട് കുടിച്ചു. പിന്നെ മോനെ അങ്ങാടിയിൽ നിന്ന് വന്നപ്പോൾ ടീലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ടീലൊക്കെ ഒന്ന് കുടിച്ച് വീണ്ടും നമ്മളെ ജോലി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇവിടെ ഞാൻ പാലപ്പം മാത്രമല്ല ചുടണ്, അതിൻ്റെ കൂടെ ഞാൻ ചോറും ഊറ്റുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു 10-11 ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലപ്പത്തിൻ്റെ കൂടെ നമ്മൾ ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടിയും നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചോറും ഒക്കെ ആയിട്ട് ഊറ്റി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മീനുണ്ട്, മുളകിടാൻ പൊരിച്ചാനൊക്കെ മത്തി കൊടുത്തിട്ടുണ്ട്, നല്ല നാടൻ മത്തി. അപ്പോൾ ആ ഒരു ഡ്യൂട്ടിയിലോട്ടും ഞാൻ നോക്കിയിട്ടോ. മത്തി പൊരിച്ചു, പിന്നെ മീൻ മുളകിട്ടു. അങ്ങനെ അതിൻ്റെ കൂടെ ഓരോ ടിലയും കഴിച്ചുകൊണ്ടാണ് ക്ഷീണം മാറ്റുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ കൊച്ചു ഡേ മൈ ലൈഫ്. ഇവിടെ വന്നാൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് കോവയ്ക്കാണ്, ഇവിടെ ഉണ്ടായിട്ടുള്ള കോവയ്ക്ക തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും കൊണ്ട് ഞാനൊരു ചെറിയ ഒരു ഇത് കോവക്ക വരട്ടി അങ്ങനെ ഒരു ഉള്ളിൽ ഇതൊക്കെ ഇട്ടുകൊണ്ടൊരു കൂട്ടാണ്ടാക്കി. അപ്പോൾ ഇവിടെ വന്നാൽ കിട്ടാത്തൊരു സാധനമാണ് ഈ വേപ്പിൻ്റെ ഇല. എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് ക്ഷാമമില്ലാത്ത ഒരു സാധനം കേട്ടോ. എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് ഗൈസ്, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നല്ല മോരും വെള്ളം ഉണ്ടാക്കിന് കേട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ ഉച്ച കഴിച്ചു. ഉമ്മാക്ക് ഒരു ഗ്ലാസ് കൊടുത്തു. മൂപ്പർക്ക് അതിൻ്റെ പുളിപ്പ് കാരണം മൂപ്പര് കുറച്ച് കുടിച്ചോളൂ കേട്ടോ. പിന്നെ ഉച്ചക്കിൻ്റെ കുളിയും നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിച്ചായിരുന്നു. പപ്പടും മീൻ മുളകിട്ടതും പിന്നെ കോവക്ക ഉപ്പേരിയായിരുന്നു കേട്ടോ സ്പെഷ്യൽ. അങ്ങനെ നല്ല നാടൻ കൂട്ടാനും നല്ല നാടൻ വെറും ചോറും ഒക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഒരു അച്ചാറിൻ്റെ കുറവുണ്ട്. എനിക്ക് ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അച്ചാർ വേണം, പക്ഷെ ഇതിൽ അച്ചാർ ഇല്ല. ഇവിടെ അച്ചാറില്ല ഗൈസ്. ഇവിടെ ഇതിൻ്റെ പോലത്തെ അച്ചാർ ഭ്രാന്തന്മാരില്ല. പിന്നെ വൈകിട്ട് ഞാൻ കുട്ടികൾക്ക് പഴം പൊരിച്ചു കേട്ടോ. നല്ല ടേസ്റ്റുള്ള പഴം പൊരിയായിരുന്നു. ഞാൻ പൊരിച്ചുകൊണ്ട് പറയില്ല കേട്ടോ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഇവിടെ നല്ല പാൽച്ചായൊക്കെ ഉണ്ടാക്കി ഞാൻ. അങ്ങനെ ഞാനും കുട്ടികളും ഉമ്മയും പഴംപൊരിയും ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇവിടെ വന്നാൽ നമ്മൾ തന്നെ കേട്ടോ കുക്കിങ്ങൊക്കെ, പിന്നെ കിച്ചണിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം നല്ല ഇതേപോലെ ഒരു എന്താ പറയുക ചുവന്ന കളർ ഉണ്ടാവില്ല പഴംപൊരി, അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് പഴംപൊരിയും ചായയും. അപ്പോൾ കുട്ടികൾ ഇവിടെ ഇരുന്ന് ചായ അടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കൊച്ചു വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഇഷ്ടമായാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു മൊരിഞ്ഞ പോലത്തെ പഴംപൊരി ഉണ്ടല്ലോ, ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാട്ടോ, പഴം ഇങ്ങനെ മൊരിഞ്ഞ പോലത്തെ പഴംപൊരി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ വൈകിട്ട് എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. ഈ പറങ്കിയങ്ങ കിട്ടിയത് കൊണ്ട് ഞാനിവർക്ക് ഒരു സ്പെഷ്യലായിട്ട് ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പറങ്കിയങ്ങ അച്ച് പറയും. ഞാനെപ്പോഴും ആദ്യം ഉണ്ടാക്കിയൊരു സാധനമാണ് പറങ്കിയങ്ങ അച്ച്. അപ്പം അത് ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള പറങ്കിയങ്ങ അച്ച് ഇവർ ഫസ്റ്റായിട്ടാട്ടോ കഴിക്കുന്നത്. അപ്പോൾ നല്ലൊരു മിഠായി രൂപത്തിലാക്കിയിട്ട് ഞാൻ കുട്ടികൾക്ക് കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവർ ഫസ്റ്റ് ടൈമാണ്. ഞാൻ എപ്പോഴും ഉണ്ടാക്കി കഴിക്കാറുള്ള ഒരു സാധനം കേട്ടോ അത്. ഈവനിങ്ങിന് ഞങ്ങൾ പുറത്ത് പോയിട്ടോ, ഞാനും ഉമ്മയും കുട്ടികളൊക്കെ. എൻ്റെ ഇപ്പാൻ്റെ പെങ്ങളെ വീട്ടിലേക്കാട്ടോ പോയത്. അപ്പോൾ അവിടുന്ന് കുറേ കാലമായി അവർ തമ്മിൽ കണ്ടിട്ട്. അങ്ങനെ അവർ തമ്മിലുള്ള സന്തോഷവും പരിഭവവും ഒക്കെ പറച്ചിലേനു. പിന്നെ
അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ മൈ ലൈഫ് ഇവിടെ അവസാനം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഫ്രണ്ട്സ്. ബൈ.